പാർലമെന്റിന് പുറത്തും ഇരുപക്ഷത്തെയും എംപിമാർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. സഭ ആരംഭിക്കുന്നതിന് മുമ്പ് പാർലമെന്റിന് മുന്നിൽ ഭരണ പ്രതിപക്ഷ എംപിമാർ നടത്തിയ പ്രതിഷേധം വാക്കേറ്റത്തിലേക്ക് നീങ്ങി. ഇരുപക്ഷവും മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളുമായി എത്തി പ്രതിഷേധിക്കുന്നതിനിടെ എംപിമാർ പ്ലക്കാർഡുകൾ വലിച്ചു കീറാൻ ശ്രമിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. അതുല്യയുടെ വിവരങ്ങളുമായി. അതുല്യ, എന്തായാലും പാർലമെന്റിന് പുറത്തേക്കും ഭരണ പ്രതിപക്ഷ പോര് കനക്കുന്നു അല്ലേ? തീർച്ചയായും കാർത്തു, പാർലമെന്റിനുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു ബഹളം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. എന്നാൽ പാർലമെന്റിന് പുറത്ത് ഇത്തരത്തിൽ രണ്ട് പക്ഷത്തെയും എംപിമാർ ഈ പ്രതിഷേധം ഒരു മത്സരത്തിന്റെ നിലയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നില്ല. സാധാരണയായി പ്രതിപക്ഷത്തു നിന്നുള്ള എംപിമാർ സഭയ്ക്കുള്ളിൽ എന്തെങ്കിലും വിഷയം, ജനകീയമായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ മഗർദ്വാറിൽ സഭാ നടപടികൾ ആരംഭിക്കും മുന്നേ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ടൊരു പ്രതിഷേധം നടത്തുന്നത് പതിവാണത്. ഇതിനു മുൻപും പല വിഷയങ്ങളിലും ചൗക്കിദാർ ചോർ ഹേ എന്ന് പറഞ്ഞുകൊണ്ട് മുൻപ് മോദിക്കെതിരായ ആ ഒരു പ്രതിഷേധത്തിൽ സസ്പെൻഡ് ചെയ്ത എംപിമാരടക്കമുള്ളവർ ഇത്തരത്തിൽ മഗർദ്വാർ കവാടത്തിന് മുന്നിൽ പ്രതിഷേധം നടത്തിയിരുന്നു. എല്ലാ സഭാ സമ്മേളനങ്ങളിലും മഗർദ്വാറിന് മുന്നിൽ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധം പതിവുള്ളതാണ് പ്രതിപക്ഷ എംപിമാരുടെ. എന്നാൽ ഇക്കുറി പ്രതിപക്ഷ എംപിമാർ എത്തുന്നതിന് മുൻപ് തന്നെ ഭരണപക്ഷത്തെ എംപിമാർ തയ്യാറായി നിന്നിരുന്നു എന്നുള്ളതാണ്. ഇന്നലെയും പ്രതിപക്ഷ എംപിമാർ വലിയ രീതിയിലൊരു പ്രതിഷേധം അവിടെ നടത്തിയിരുന്നു. എന്നാൽ ഇന്ന് പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധത്തിനായി പ്ലക്കാർഡുകളും മറ്റുമായി എത്തുമ്പോഴേക്കും ഭരണപക്ഷ എംപിമാർ അവിടെ സ്ഥാനം പിടിച്ചിരുന്നു. ഇത്തരത്തിൽ ഇരു കൂട്ടരും വിവിധ പ്ലക്കാർഡുകൾ ഉയർത്തി പരസ്പരം മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് അവിടെ മുന്നോട്ട് അടുക്കുകയായിരുന്നു. ഒരു സമയത്ത് ഇരു കൂട്ടരും ഇരുപക്ഷത്തെയും എംപിമാർ പരസ്പരം മുഖാമുഖം തന്നെ എത്തുകയുണ്ടായി. അതിനിടയിൽ ചിലരെല്ലാം മറ്റ് പക്ഷത്തിൻ്റെ പ്ലക്കാർഡുകൾ പിടിച്ചു വാങ്ങിച്ച് വലിച്ചു കീറാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഒരു പക്ഷേ ഇത് കൈവിട്ട് പോകും എന്നുള്ളൊരു നിലയിലേക്ക് എത്തിയപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരായിട്ടുള്ള CSFകാർ ഇടപെടുകയും ഇരുപക്ഷങ്ങളുടെയും നടുവിൽ നിലയുറപ്പിക്കുകയും ചെയ്തത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ നടുവിൽ കയറി നിന്ന് ഒരു വലയം തീർത്തതോടെയാണ് ഇരുപക്ഷത്തെയും എംപിമാർ ശാന്തരായത്. അല്ലെങ്കിൽ രണ്ട് വശത്തെയും എംപിമാരെ സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി മാറ്റി നിർത്തുകയായിരുന്നു, രണ്ട് വശങ്ങളിലേക്കായി മാറ്റി നിർത്തുകയായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. പാർലമെന്റിന്റെ കവാടത്തിന് പുറത്തു വെച്ചാണ് ഈ ഒരു ഭരണ പ്രതിപക്ഷ MLAമാരുടെ ഈ ഒരു പ്രതിഷേധത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കുന്നത്. ഇരുപക്ഷവും ഒരേ രീതിയിൽ, ഒരേ വാശിയിൽ, ഒരേ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകാതെ തന്നെ ഈ ഒരു പ്രതിഷേധം തുടരുകയായിരുന്നു. പ്ലക്കാർഡുകൾ ഉയർത്തിയും മുദ്രാവാക്യങ്ങൾ വിളിച്ചുമെല്ലാം ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കണം, അതുപോലെ പ്രധാനമന്ത്രി രാജിവെക്കണം തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് പ്ലക്കാർഡുകളിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ചൗക്കിദാർ ചോർ ഹേ, അതായത് രാജ്യത്തിൻ്റെ കാവൽക്കാരൻ തന്നെ കള്ളനാണ് എന്നുള്ള മുദ്രാവാക്യങ്ങളാണ് പ്രതിപക്ഷ MLAമാർ ഉയർത്തിയിരുന്നത്. എന്നാൽ അതേസമയം പ്രതിപക്ഷത്തിന് വാശി കാണിക്കുകയാണെന്നും ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം അനാവശ്യമായി വാശി പിടിക്കുകയാണ് എന്നാണ് ഭരണപക്ഷ എംപിമാർ ഈ ഒരു മുദ്രാവാക്യങ്ങൾ ഉയർത്തിയത്. എന്തായാലും പാർലമെന്റിനുള്ളിലെ പ്രതിഷേധം അതിൻ്റെ മറ്റൊരു രീതിയിൽ ഇപ്പോൾ പാർലമെന്റിന് പുറത്തേക്കും വ്യാപിക്കുകയാണ്. ഇപ്പോൾ ഭരണപക്ഷ MPമാർ അവരുടേതായ രീതിയിൽ കൂടി അതിന് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഈ സംഭവത്തിന് ഇപ്പോൾ കൂടുതലൊരു സങ്കീർണതയിലേക്ക് നീങ്ങുന്നത്. ഇനി രണ്ടു കൂട്ടരും ഇത്തരത്തിൽ പ്രതിഷേധം തുടരുകയാണെങ്കിൽ തുടർന്ന് അങ്ങോട്ടുള്ള പാർലമെന്റ് സമ്മേളനങ്ങൾ എങ്ങനെയായിരിക്കും പോവുക എന്നുള്ളതാണ് സംശയത്തിലാവുന്നത്. ശരി, എന്തായാലും പ്രതിഷേധം അങ്ങനെ കനക്കുകയാണ്. മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ നിറവേറ്റുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് എന്തായാലും പ്രതിപക്ഷത്തിന്റെ അടക്കം തീരുമാനം. അതുല്യാണ് വിവരങ്ങൾ നൽകിയത്.